ഒരു പക്വതയുള്ളൊരു നേതാവായിട്ട് തേജസ്വി, ഒരു ക്രൗഡ് പുള്ളറായിട്ട് തേജസ്വി മാറിക്കഴിഞ്ഞു. ലാലു പ്രസാദ് യാദവിൻ്റെ അത്തരത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യം തേജസ്വിയിലേക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന് പലപ്പോഴും പലയിടത്തും സംഘടനാ സംവിധാനങ്ങൾ വളരെ ദുർബലമാണ്. MY ഫോർമുലയാണ് RJDയുടെ ഏറ്റവും വലിയ ശക്തി എന്നിരിക്കെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളൊരു അസ്വസ്ഥത ആ സമുദായത്തിൻ്റെ ഇടയിലുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDയുടെ വിജയത്തിന് ബാധ്യതയായത് കോൺഗ്രസ് ആണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിലും RJDയുടെ റാന്തലിന് കോൺഗ്രസിൻ്റെ കൈ ഒരു ബാധ്യതയായി മാറുമോ എന്ന ആശങ്ക ചിലരെങ്കിലും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി എന്നോടൊപ്പം മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫ് മനോജ് മേനോനുണ്ട്. മനോജ്, ഇത്തവണയും റാന്തൽ കൈ കെടുത്തുമോ? കപ്പിനും ചുണ്ടിനും ഇടയിൽ ഭരണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നിലയായിരുന്നു 2020 തേജസ്വി യാദവിനും RJDക്കും ഉണ്ടായത്. യഥാർത്ഥത്തിൽ ജനവിധി തേജസ്വിക്കും RJDക്കും അനുകൂലമായിരുന്നു 2020. ഞാൻ ആ 2020 പീരീഡിൽ എൻ്റെ ബീഹാറിൽ ഞാൻ സഞ്ചരിച്ചിരുന്ന ഒരാളാണ്. ജനവിധി അനുകൂലമായിരുന്നത് RJDക്കും അതുപോലെ തന്നെ മഹാസഖ്യത്തിനും അനുകൂലം തന്നെയായിരുന്നു. പക്ഷേ ജനവിധിയല്ല, ജനവിധിക്കുള്ള മനോഭാവം. പക്ഷേ വോട്ടെടുപ്പ് നടക്കുമ്പോൾ എന്താ സാഹചര്യം ഉണ്ടായെന്ന് വെച്ചാൽ കോൺഗ്രസ് വിലപേശി വാങ്ങിയ ഒരു 70ഓളം സീറ്റുകളുണ്ട്. ഈ 70ഓളം സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ പ്രകടനം എന്ന് പറയുന്നത് 19 സീറ്റുകളിലേക്ക് പരിമിതപ്പെട്ടു പോയി. മഹാസഖ്യം, ഒരു സഖ്യം എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി മാത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് കാര്യമില്ല. മറ്റു പാർട്ടികളും അതിനനുസരിച്ച് ഉയരുകയും അതിനനുസരിച്ച് സീറ്റുകൾ വാങ്ങുകയും വേണം. കോൺഗ്രസിന് സംഭവിച്ച ക്ഷീണം യഥാർത്ഥത്തിൽ മഹാസഖ്യത്തിന് ഭരണം നഷ്ടപ്പെടുത്താൻ ഇടയാക്കി 2020. ഇക്കുറി 2020 ആവർത്തിക്കുമോ എന്നുള്ളതാണ് ബാലുവിൻ്റെ ചോദ്യത്തിൻ്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2020 സാഹചര്യം ഇക്കുറി ഉണ്ടോ? ഈ 2020 സാഹചര്യം ഇക്കുറി ആവർത്തിച്ചാൽ മഹാസഖ്യത്തിന് ക്ഷീണമായിരിക്കും. കാരണം ഇക്കുറി നല്ല പ്രകടനത്തിലേക്കാണ് RJDയും തേജസ്വി യാദവും പോകുന്നത്. കാരണം യുവനേതാവ്, 35 വയസ്സുള്ള ഒരു നേതാവ് യുവത്വത്തിൻ്റെ പ്രതിനിധി എന്ന മട്ടിലുള്ള പ്രചരണം നടക്കുന്നു ഒരു ഭാഗത്തുകൂടി. അപ്പോൾ പ്രാദേശിക വിഷയങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു പക്വതയുള്ളൊരു നേതാവായിട്ട് തേജസ്വി, ഒരു ക്രൗഡ് പുള്ളറായിട്ട് തേജസ്വി മാറിക്കഴിഞ്ഞു. ലാലു പ്രസാദ് യാദവിൻ്റെ അത്തരത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യം തേജസ്വിയിലേക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട്. ബാലു ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്നത് RJDയുടെ പട്നയിലെ ആസ്ഥാനത്തിലാണ്, ആസ്ഥാന മന്ദിരത്തിൽ. ഈ കാണുന്ന പോസ്റ്ററിൽ ലാലു പ്രസാദ് യാദവിൻ്റെ പടമില്ല, ചിത്രമില്ല. റാബ്രി ദേവിയുടെ ചിത്രം അതിന് മുമ്പ് പതിച്ചിട്ടുണ്ടെങ്കിൽ ലാലു പ്രസാദ് യാദവിൻ്റെ പടമില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പാർട്ടി നയിക്കാൻ മാത്രമുള്ള ഒരു പര്യാപ്തതയിലേക്ക് തേജസ്വി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തെക്കുറിച്ച് ഉയർന്നിരുന്ന ജംഗിൾ രാജ് പോലെയുള്ള ആരോപണങ്ങൾ ഇനി ഉയരാതിരിക്കാനും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വഴിവെക്കും എന്നുള്ളൊരു സങ്കല്പം. ഈ പോസ്റ്ററുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഇന്ത്യ സഖ്യമാണ് മത്സരിക്കുന്നത്, മഹാഗഠബന്ധനാണ് മത്സരിക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും പടങ്ങളൊന്നും ഇവിടുത്തെ പോസ്റ്ററുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഈ പോസ്റ്ററുകളെ ചൊല്ലി കഴിഞ്ഞ ദിവസം ഇവിടെ വലിയ വഴക്ക് നടന്നു ഓർമ്മയില്ലേ? കാരണം ഇതിൻ്റെ പ്രകടന പത്രിക പ്രഖ്യാപന ദിവസം പോസ്റ്ററിൽ ബാനറിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് വലിയ തർക്കം നടന്നിരുന്നു ഈ പത്രസമ്മേളന വേദിയിൽ. അപ്പം ഈ പോസ്റ്ററുകൾ എന്നുള്ള കേവലം വിഷയം വിട്ടുകഴിഞ്ഞാൽ ഈ ഇന്ത്യ സഖ്യത്തിനകത്തുള്ള പാർട്ടികളുടെ പ്രകടനം ബാലു ഇത്തവണത്തെ രാഷ്ട്രീയ ഗതി സംബന്ധിച്ചും രാഷ്ട്രീയ ഗതി നിശ്ചയിക്കുന്ന വലിയൊരു ഘടകമാണ്. മനോട്ട്, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൂടെ സംയുക്തമായി നടത്തിയ ഒരു യാത്ര, അത് വലിയ ദേശീയ തലത്തിലൊക്കെ വലിയ ചർച്ചയൊക്കെ ചെയ്തിരുന്നു. അടിത്തട്ടിൽ ആ ഒരു ഐക്യമുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നൊരു വലിയ ചോദ്യമാണ്. ഈ 2020 സംഭവിച്ചത് അത് തന്നെയാണ്. കാരണം ഈ കോൺഗ്രസിന് പലപ്പോഴും പലയിടത്തും സംഘടനാ സംവിധാനങ്ങൾ വളരെ ദുർബലമാണ് കോൺഗ്രസിന്. അത് ഒരുപക്ഷെ 2020 നിന്ന് കോൺഗ്രസ് പാഠം പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തതയില്ല. അങ്ങനെ പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കുറി മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ പല മേഖലകളിൽ ഉണ്ടാകുന്ന ക്ഷീണം ഉണ്ടാകുകയാണെങ്കിൽ അത് മഹാസഖ്യത്തെ ആയിരിക്കും മൊത്തത്തിൽ ബാധിക്കുക. ഈ പറഞ്ഞ സംഘടനാ സംവിധാനത്തെ ഉണർത്തുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും തേജസ്വിയും തമ്മിൽ നടത്തിയിട്ടുള്ള ആ യാത്രകൾ, അതുപോലെ വോട്ടധികാര യാത്ര, ഇതിൻ്റെ ആവേശം താഴെത്തട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എനിക്കുള്ളത്. അത് വോട്ടായിട്ട് മാറണമെങ്കിൽ വീണ്ടും അധ്വാനവും സംഘടനാ സംവിധാനങ്ങളും വേണം. അതുകൊണ്ട് കോൺഗ്രസ് RJDക്കൊപ്പമോ തേജസ്വിക്കൊപ്പമോ ഉയരുകയാണെങ്കിൽ ഫലം മഹാസഖ്യത്തിന് ഒരുപക്ഷെ അനുകൂലമായി മാറും. അല്ല കോൺഗ്രസിൻ്റെ പ്രകടനം ക്ഷീണത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ
പിന്നെ പ്രയാസത്തിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. ഈ മഹാഗഠബന്ധൻ സഖ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു ഇത് സാധാരണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെയാണ് പ്രഖ്യാപിക്കണമെങ്കിൽ ഇത്തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും കോൺഗ്രസിനൊരു ഉപമുഖ്യമന്ത്രിയെ നൽകുന്ന കാര്യമൊന്നും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. ഇത് തന്നെ കോൺഗ്രസിന് നൽകുന്ന വില നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതല്ലേ? ബാലു, ഇതിനകത്ത് വലിയൊരു തന്ത്രപരമായ ഒരു മൂവ് ഇതിനകത്ത് പിന്നെ ഉണ്ട്. അത് നമുക്ക് പിന്നെ അതിനെ മഹാസഖ്യത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അതുപോലെ തന്നെ മല്ല സമുദായത്തെയും പിന്നെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ മല്ല സമുദായത്തിൻ്റെ ഒരു നേതാവാണ് മുകേഷ് സഹാനി. അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ മേഖലയിൽ ഇപ്പോൾ ദർഭംഗ പോലുള്ള മേഖല, മിഥിലാഞ്ചൽ മേഖലയിൽ കുറച്ച് സ്വാധീനം ഉണ്ടാക്കാൻ ഒരുപക്ഷെ മഹാസഖ്യത്തിന് സാധിച്ചേക്കും. പക്ഷേ ആ പ്രഖ്യാപനം ഉണ്ടാക്കിയിട്ടുള്ള അതൃപ്തിയും നമ്മൾ കാണാതെ പോകരുത്. ഈ പറഞ്ഞ പോലെ പിന്നെ മുസ്ലിം സമുദായത്തിൻ്റെ 18% മുസ്ലിം സമുദായത്തിൻ്റെ MY ഫോർമുലയാണ് RJDയുടെ ഏറ്റവും വലിയ ശക്തി എന്നിരിക്കെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളൊരു പിന്നെ അസ്വസ്ഥത ആ സമുദായത്തിൻ്റെ ഇടയിലുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും സഖ്യത്തിൽ രണ്ടാമത്തെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ പേര് ഉപമുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ 2 ഉപമുഖ്യമന്ത്രി ഉണ്ടാവും എന്നൊരു സൂചന മാത്രമാണ് ഇപ്പോൾ മഹാസഖ്യം നൽകിയിരിക്കുന്നത്. രണ്ടാമൻ ആര് എന്നുള്ളത് നിശ്ചയിക്കാനായിട്ട് പിന്നെ മഹാസഖ്യത്തിന് സാധിച്ചില്ല, ഇത്തരം അകത്തുള്ള തർക്കങ്ങൾ മൂലം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും മനോഹരൻ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് തന്നെയാണ് അവസാനിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇന്ത്യ സഖ്യം ബീഹാറിൽ വരുമ്പോൾ അത് മഹാഗഠബന്ധൻ സഖ്യം, ആ സഖ്യത്തിലെ രണ്ടാമനായി കോൺഗ്രസ്സിന് തുടരാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2020 ആവർത്തിക്കില്ല എന്നൊരു പ്രതീക്ഷ RJDക്കും കോൺഗ്രസ്സിനുമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് 2020 ആവർത്തിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ്. അതായത് ഇത്തവണയും റാന്തലിന് ഒരു ബാധ്യതയായാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയുന്നവരും ഉണ്ട്. പല രാഷ്ട്രീയ നിരീക്ഷകരും അത്തരമൊരു അഭിപ്രായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്.